നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 സെപ്റ്റംബർ മാസത്തെ തിരുവോണം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നല്ല രാജയോഗമുള്ളൊരു മാസമാണ്. എല്ലാ രീതിയിലും അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് യോഗമുണ്ട്. കാരണം എന്താ വെച്ചാൽ എല്ലാ ഗ്രഹങ്ങളും ബലവാന്മാരായിട്ടാണ് നിൽക്കുന്നത്. 7ാം ഭാവത്തിൽ പഞ്ചമഹാപുരുഷത്തിലെ ഹംസായോഗം ചെയ്ത് വ്യാഴം നിൽക്കുന്നു. കർമ്മസ്ഥാനത്ത് മാളവ്യയോഗം ചെയ്ത ശുക്രൻ നിൽക്കുന്നത്. ഭാഗ്യസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായിട്ടാണ് ബുധൻ നിൽക്കുന്നത്. ലഗ്നാധിപതി സഹായസ്ഥാനത്ത് ഇഷ്ടസ്ഥാനത്ത് മീനൻ രാശിയിൽ ജലചരധനഭോക്ത എന്ന് പറയുന്ന യോഗം ചെയ്താണ് നിൽക്കുന്നത്. ഭാഗ്യാധിപതിയുടെ ദൃഷ്ടിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാ ഗ്രഹങ്ങളും ഏകദേശം ഇഷ്ടസ്ഥാനത്താണ്. ലഗ്നത്തിൻ്റെ അഷ്ടമത്തിലാണ് സൂര്യൻ നിൽക്കുന്നതെങ്കിലും സ്വക്ഷേത്ര ബലവാനാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നല്ല രാജയോഗം അനുഭവിക്കാൻ, അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ, തൊഴിലിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകാൻ, അതേപോലെ തന്നെ തൊഴിലില്ലാത്തവർക്ക് നല്ല തൊഴിൽ കിട്ടാൻ, ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഗവൺമെൻറ് ജോലി കിട്ടാൻ ഒക്കെ യോഗമുള്ള ഒരു മാസമാണ്. അപ്പോൾ ഈ മാസത്തിൽ മാനസികമായിട്ടുള്ള നല്ല സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കും. സ്വന്തക്കാരും കുടുംബക്കാരും സുഹൃത്തുക്കളൊക്കെ ആയിട്ട് സമയം ചെലവഴിക്കാനും മാനസിക ഉല്ലാസപ്രദമായിരിക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കാനും ഒക്കെ യോഗമുള്ള സമയമാണ്. അതേപോലെ തന്നെ ജലചരധന ഭക്ത എന്ന് പറയുന്ന യോഗം ചെയ്തിട്ടാണ് 3ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത്. അപ്പോൾ കടൽ കടന്ന് വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് സാധിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. വിദേശ തൊഴിലെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുന്നതാണ്. അതായത് 4ാം ഭാവാധിപതിയായിരിക്കുന്ന ചൊവ്വ 6ലാണ് നിൽക്കുന്നതെങ്കിലും 6ാം ഭാവം ചൊവ്വയ്ക്ക് ഇഷ്ടസ്ഥാനം ആയത് കാരണം കൊണ്ട് കുടുംബ സംബന്ധമായിരിക്കുന്ന സുഖങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. നല്ല ഭക്ഷണം, വസ്ത്രം, യാത്രാസുഖം മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. അതുപോലെ കലാരംഗത്ത് പ്രവർത്തിയെടുക്കുന്നവർക്ക് കീർത്തി കേൾക്കാനായിട്ട് 4 പേർ അറിയപ്പെടാനും യോഗമുള്ള സമയമാണ്. പക്ഷേ അഷ്ടമത്തിൽ നിൽക്കുന്ന സൂര്യനോട് ചേർന്ന് നിൽക്കുന്ന കേതു നടുവേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നടുവേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതേപോലെ തന്നെ സാമ്പത്തിക ഞെരുക്കം പോലുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതേപോലെ തന്നെ നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് ചില സമയത്ത് അപ്രിയമായിട്ട് തോന്നും. കാരണം 2ാം ഭാവത്തിൽ രാഹു അമൃത വിഷകണ്ഠകാരകനാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ദോഷങ്ങൾ ഈ സമയത്തുണ്ട്. അതിന് കുറച്ച് പരിഹാരങ്ങൾ ചെയ്യണം. നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹു പൂജയും കേതു പൂജയും ചെയ്യണം. അതേപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം, നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാടുകൾ, ഭാഗ്യസൂക്താർച്ചന ഉണ്ടെങ്കിൽ അത് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മേൽപ്പറയപ്പെട്ട ദോഷങ്ങൾക്ക് പരിഹാരം വരുത്തിയ ബാക്കി എല്ലാ ഗ്രഹങ്ങളും ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് കുടുംബസുഖം, ദാമ്പത്യസുഖം മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. കല്യാണം നടക്കാത്തവർക്ക്, കല്യാണം അന്വേഷിക്കുന്നവർക്ക് നല്ല ബന്ധം വന്ന് ചേരും. കുട്ടികൾ ഉണ്ടാകാനായിട്ട് യോഗമുള്ള സമയമാണ്. പുത്രലാഭത്തിന് യോഗമുണ്ട്. ഭവന നിർമ്മാണം പോലെയുള്ള കാര്യങ്ങൾ തുടങ്ങി വയ്ക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ്. അപ്പോൾ ഏത് രീതിയിൽ ചിന്തിച്ചാലും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഈ മാസത്തിൽ സാധിക്കുന്നത് കാരണം കൊണ്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാകാനും കുടുംബ ബന്ധങ്ങൾ തമ്മിൽ നല്ല കെട്ടുറപ്പോട് കൂടിയിട്ട് മുന്നോട്ട് അഭിവൃദ്ധികരമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനൊക്കെ സാധിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 2-3 ദോഷങ്ങൾക്ക് പരിഹാരം ചെയ്താൽ തന്നെ ഈ മാസം വളരെ നല്ല ഗുണഫലങ്ങളും സാമ്പത്തികമായ നേട്ടങ്ങളും ഒക്കെ അനുഭവിക്കാനായിട്ട് തിരുവോണ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.